എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. മുമ്പ് ശിഖിധ്വജൻ എന്നു പേരായി ഒരു രാജാവ് ഉണ്ടായിരുന്നു. ചൂഡാല അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. പൂർവജന്മ പുണ്യ സംസ്കാരം കൊണ്ട് രണ്ടു പേർക്കും നല്ല വൈരാഗ്യ ബുദ്ധിയുളവായി. ദിനം പ്രതി അല്പസമയം അവർ ആധ്യാത്മിക തത്വവിചാരത്തിൽ മുഴുകിയിരുന്നു. ചൂഡാലയുടെ ഹൃദയം അതിനിർമ്മലവും രാഗദ്വേഷരഹിതവുമായതിനാൽ ഉഴുത നിലത്തിൽ പാകിയ വിത്തുപോലെ വേഗത്തിൽ അവരിൽ ആത്മജ്ഞാനം ഉദിച്ചു. ഭർത്താവായ ശിഖിധ്വജൻ്റെ ചിത്തത്തിന് വേണ്ടത്ര പരിപാകം കൈവന്നിരുന്നില്ല. ശാസ്ത്രങ്ങളിൽ വൈരാഗ്യത്തെക്കുറിച്ചും സർവസംഘ പരിത്യാഗത്തെക്കുറിച്ചും ബോധിപ്പിച്ച ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അയാളുടെ ഹൃദയത്തിൽ ആവേശം ജനിച്ചുകൊണ്ടിരിക്കും. രാജാദി കാര്യങ്ങളെല്ലാം വിട്ട് വനത്തിൽ ഏകാന്ത സ്ഥലത്തേക്ക് ഓടിപ്പോകേണ്ട സങ്കല്പം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ അയാൾ തൻ്റെ ഹൃദ്ഗത ഭാവങ്ങളെ ഭാര്യയുടെ മുമ്പിൽ വെളിപ്പെടുത്താതെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ഒരു ദിവസം അർദ്ധരാത്രി ഉറക്കമുണർന്ന് കുടുംബത്തെയും രാജാധിപത്യത്തെയും ഉപേക്ഷിച്ച് ആരുമറിയാതെ പട്ടണത്തിന് പുറത്തുള്ള ആരണ്യത്തിലേക്കു യാത്രയായി. കുറേ ദൂരം ചെന്നപ്പോൾ പട്ടുവസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പകരം സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചു. നിർജ്ജന വനത്തിൽ പർണകുടീരം നിർമ്മിച്ച് ജപമാലയും കമണ്ഡലുവും ആസനാദികളും കൈക്കൊണ്ട് അവിടെ താമസിച്ചു. ചൂഡാല ഉണർന്നു നോക്കിയപ്പോൾ ഭർത്താവിനെ കണ്ടില്ല. രാജഭവനവും പട്ടണങ്ങളുമെല്ലാം തിരഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. വളരെ സിദ്ധി സമ്പാദിച്ചിരുന്ന ആ സാധ്വീമണി ആകാശമാർഗം പോയി തിരഞ്ഞപ്പോൾ ഒരു വിജനമായ ആരണ്യത്തിൽ കുടീരം നിർമ്മിച്ച് കാലയാപനം ചെയ്യുന്ന ഭർത്താവിനെ കാണുമാറായി. അദ്ദേഹത്തിൻ്റെ കാര്യക്രമത്തിന് വിഘ്നം വരുത്തുവാൻ ഇഷ്ടമില്ലാതെ കുറച്ചുകാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവൾ രാജധാനിയിലേക്ക് തന്നെ തിരിച്ചുപോയി. രാജ്യകാര്യങ്ങളെല്ലാം അവൾ സ്വയം നോക്കി വന്നു. കുറേ കൊല്ലം കഴിഞ്ഞു. ഒരു ദിവസം കുംഭൻ എന്ന ബ്രാഹ്മണ കുമാരൻ്റെ വേഷത്തിൽ ആകാശമാർഗം സഞ്ചരിച്ച് ഭർത്താവായ ശിഖിധ്വജൻ്റെ പർണശാലയിൽ ഇറങ്ങി. രണ്ടുപേരും തമ്മിൽ സംഭാഷണം തുടർന്നു. കുംഭവേഷത്തിലുള്ള ചൂഡാല ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ ഈ വിജന പ്രദേശത്തിൽ ഇരിക്കുന്നത്? ശിഖിധ്വജൻ പറഞ്ഞു, ഞാൻ മുമ്പൊരു മഹാരാജാവായിരുന്നു. ചൂഡാല എന്നൊരു ഭാര്യ എനിക്കുണ്ട്. വൈരാഗ്യം ജനിക്കയാൽ എല്ലാം വിട്ട് കർമ്മസന്യാസം ചെയ്ത് ഇവിടെ ഇരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് മനഃശാന്തി ഉണ്ടായോ? അതിനു മറുപടിയായി ശിഖിധ്വജൻ പറഞ്ഞു, അതൊഴിച്ച് മറ്റെല്ലാം ഉണ്ട്. അപ്പോൾ ചൂഡാല പറഞ്ഞു, നിങ്ങൾ തെറ്റായ വഴി അവലംബിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനഃശാന്തി ഇല്ലാതായത്. ശാസ്ത്രങ്ങളിൽ മോക്ഷത്തിന് ഹേതു സർവത്യാഗമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്തത് സർവത്യാഗമല്ല. രാജ്യം, പരിജനങ്ങൾ, കുടുംബം മുതലായ ബാഹ്യവസ്തുക്കൾ നിങ്ങൾ വിട്ടുവെങ്കിലും മനസ്സിലുള്ള ദൃശ്യസങ്കല്പങ്ങൾ വിട്ടിട്ടില്ല. അവയെ വിടലാണ് മുഖ്യമായ സന്യാസ ലക്ഷണം. അതുതന്നെ സർവത്യാഗവും. അതല്ലാതെ ഭാര്യ മക്കളെ വിട്ടൊഴിഞ്ഞ് കാട്ടിൽ ഓടിപ്പോകുകയല്ല. ഒരു സമയം അങ്ങനെ ഓടിപ്പോയാലും നിങ്ങളുടെ നിഴൽ നിങ്ങളുടെ കൂടെയുള്ളതുപോലെ കാമാദി കഷായങ്ങൾ നിങ്ങളെ വിട്ടുപോകുകയില്ല. അവയുള്ളിടത്തോളം കാലം ഏത് ഏകാന്ത പ്രദേശത്തിൽ ഇരുന്നാലും ജീവന് ശാന്തി ലഭിക്കുകയില്ല. അവയില്ലെങ്കിൽ ഗൃഹത്തിലിരുന്നാലും രാജ്യം പാലിച്ചാലും പ്രശാന്തി നിങ്ങളെ കൈവരിക്കും. നിഷ്കാമ ബുദ്ധിയോടെ അനാസക്തമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ചിത്തശുദ്ധി വന്ന് ജ്ഞാനം ഉദിക്കുകയും കർമ്മസന്യാസം തനിയെ വന്നുകൊള്ളുകയും ചെയ്യും. അതല്ലാതെ ആദ്യം തന്നെ കർമ്മങ്ങൾ വിട്ട് ഓടിപ്പോകരുത്. ഇപ്രകാരം നല്ല ജ്ഞാനപ്രബോധനമുളവാക്കിയ ശേഷം അവൾ ശിഖിധ്വജന് തൻ്റെ ശരിയായ രൂപം കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം രാജ്യകാര്യങ്ങൾ നിർലോഭമായി നിർവഹിച്ചു കൊണ്ടിരുന്നു. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ
ഗീതയുടെ പ്രാരംഭസ്ഥിതിയിൽ കർമ്മസന്യാസത്തെക്കാളും കർമ്മമാണ് ശ്രേഷ്ഠമെന്ന് ധരിപ്പിക്കുവാൻ കാരണം.